ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക്, അത് നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, വേറെ ആരും ആവാം, ഓക്കെ, ആ വ്യക്തിക്ക് മിസ്സിങ് ഫീൽ ഉണ്ടാക്കാനുള്ള 5 ടിപ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ആക്ച്വലി ജെനുവിനായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടാവില്ല, ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ടാവില്ല. പക്ഷേ സപ്പോസ് നിങ്ങളൊന്ന് വിചാരിക്കുക, ഒരാഴ്ചയോ അതല്ലെങ്കിൽ ഒരു 3-4 ദിവസമോ ഒരു അപ്ഡേഷൻസും നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല. അത് കോളായിട്ടോ മെസ്സേജായിട്ടോ വേറെ ഒന്നും നിങ്ങളോട് പറയാതെ ഇങ്ങോട്ടോ പോയി, പിന്നെ നമ്മൾ കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ വേറെ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒരു 2-3 ഡേയ്സൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എങ്ങനെ അതിന് റിയാക്ട് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡിസ്കഷൻസാണിന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ മെസ്സേജ് അയച്ചില്ല, വിളിച്ചില്ല, അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിന് മാത്രം വിളിച്ചു എന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു 3 ഡേയ്സ് മാറി നിന്നു കരുതുക. അപ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, അതായത് 3 ഡേയ്സ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരുന്നോ ആ ഒരു സെയിം വേയിൽ തന്നെ ബിഹേവ് ചെയ്യുക. അതല്ലാതെ ക്വസ്റ്റ്യൻ ചോദിക്കാനാണ്, നിങ്ങൾ എത്ര ദിവസം എവിടെയായിരുന്നു, നിങ്ങളെന്താ മെസ്സേജ് ചെയ്യാണ്ടിരുന്നത്, നിങ്ങളെന്താ വിളിക്കാണ്ടിരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കാതിരിക്കുക. അതാണ് ബെസ്റ്റായിട്ടുള്ള കാര്യം. അതായത് നിങ്ങൾ അങ്ങോട്ട് കയറി അപ്ഡേറ്റ്സ് ഒന്നും എടുക്കാണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് വിളിച്ചില്ല എന്നുള്ള ക്വസ്റ്റ്യൻസ്, ആർഗ്യുമെൻറ്റ്സ്, വഴക്ക്, ഇങ്ങനത്തെ ഒരു കാര്യത്തിലും ഏർപ്പെടാനേ പാടില്ല. ഒന്നും നടക്കാത്ത പോലെ 3 ഡേയ്സ് വിളിച്ചില്ല എന്നുള്ളതിൻ്റെ ഒരു പരിഭവമോ കാര്യങ്ങളോ ദേഷ്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ആസ് യൂഷ്വൽ നോർമലായിട്ട് ബിഹേവ് ചെയ്യുക. അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് റിപ്ലൈ കൊടുക്കുക, ദേഷ്യം കാണിക്കാതെ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പാർട്ട്ണർക്ക് തോന്നും, ഒരു ക്യൂരിയോസിറ്റി മൈൻഡിൽ വരും, ഇതെന്താ ചോദിക്കാത്തത്, എന്തുകൊണ്ടാണ്, ഒരു ആങ്സൈറ്റി ഉണ്ടാവും. അപ്പം ഓട്ടോമാറ്റിക്കലി അതൊരു ഗ്യാപ്പ് വന്നോ എന്ന് തോന്നിയിട്ടൊരു മിസ്സിങ് ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിനെക്കുറിച്ച് സംസാരിക്കട്ടെ. എന്തുകൊണ്ടാണ് 3 ഡേയ്സോ അല്ലെങ്കിൽ കുറച്ച് ഡേയ്സോ മിണ്ടാതിരുന്നത്, എന്തുകൊണ്ടാണ് യൂഷ്വൽ, ഇപ്പോൾ ഇത് വിളിക്കാത്ത കാര്യം മാത്രമല്ല, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് തോന്നുകയാണ് അവർ കുറച്ച് എന്തോ പുറകിലേക്ക് നിൽക്കുകയാണെന്നൊക്കെ തോന്നുന്ന സമയത്തും അവർ സംസാരിക്കട്ടെ. അതിനൊരു റീസൺ ഉണ്ടെങ്കിൽ നിങ്ങൾ മുൻകൈ എടുത്തിട്ട് എന്താ മിണ്ടാത്തത്, എന്താ ചോദിക്കാത്തതെന്ന് ചോദിക്കുകയേ ചെയ്യരുത്. ഒരിക്കലും എണ്ണിപ്പെറുക്കി ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കരുത്. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നല്ല കോൺഫിഡൻസോട് കൂടി നിൽക്കുക. ഐ മിസ് യു എന്നോ അല്ലെങ്കിൽ എനിക്ക് വിഷമമായി എന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാതെ നല്ല കോൺഫിഡൻസോട് കൂടി നല്ല ബോൾഡായിട്ട് നിൽക്കുക. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുക, അതല്ലെങ്കിൽ എപ്പോഴും നിങ്ങളെ തന്നെ ബിസിയാക്കി നിർത്തുക. ഓക്കെ, അപ്പം ഒരു മിസ്സിങ് ഫീലിംഗ് വന്നാൽ, ഈവൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഓവർകം ചെയ്യാൻ പറ്റും. തന്നെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും എൻഗേജ് ചെയ്യാൻ നോക്കുക, നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ. ഇനിയിപ്പം നിങ്ങൾക്ക് എന്താണോ റൈഡിന് പോകാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാനാണ് അങ്ങനെ, ഇനി വീട്ടിലിരിക്കുന്ന ആരെങ്കിലും വൈഫിനൊക്കെ ആണെങ്കിൽ വാൾഡ്രോബ് തുറന്ന് ഒന്നും കൂടി നിങ്ങളുടെ തുണികളൊക്കെ മടക്കി വയ്ക്കുക, വീട് നീറ്റാക്കിയിടുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മിനിറ്റ്, ഒരു കുറച്ച് പോലെ ഗ്യാപ്പ് എടുക്കാത്ത പോലെ ഫുൾ ടൈം നിങ്ങളെ പാക്ക് ചെയ്ത് വയ്ക്കുക, ബിസി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പം ആ ഒരു ബിസി ആയിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കൊരു കോൺഫിഡൻസും ഒരു ബോൾഡ്നെസ്സും ഉണ്ടാകും. കാരണം വേറെ ഒന്നും തിങ്ക് ചെയ്യാനുള്ളൊരു സമയം ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഈ കോണ്ടാക്ട് ചെയ്യാത്തിരുന്ന ഡേയ്സിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നടന്നിട്ടുണ്ടാവും. സപ്പോസ് നിങ്ങളെല്ലാവരും ആ ഒരു ഡേത്തെ ഇവൻറ്റ്സുകൾ, അതായത് അന്ന് നടന്ന കാര്യങ്ങൾ, ഓഫീസിലെ കാര്യങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ നടന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഒരു റിലേഷൻഷിപ്പിലുള്ള എല്ലാവരും അത് പരസ്പരം ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് വന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് അല്ല, നിങ്ങളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ അവോയ്ഡ് ചെയ്യുക. ആ ഒരു ഡിസ്കഷൻ ഉൾപ്പെടുത്തരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ആങ്സൈറ്റി അവർക്ക് ഉണ്ടാവും. പക്ഷെ നമ്മളായിട്ട് എന്ത് ചെയ്യരുത്, ആ ഒരു ആങ്സൈറ്റീനെ കൂട്ടിയിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്ത് ഡിസ്കസ് ചെയ്യരുത്. അത് നിങ്ങളുടെ ഒരു പേഴ്സണൽ സ്പേസ് ആയിരിക്കുക. അവരെങ്ങനെയാണോ ഒരു പേഴ്സണൽ സ്പേസിൽ ഒരു അപ്ഡേഷൻ തരാതിരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പുറകിലേക്ക് നിൽക്കുന്നു തോന്നിയത്, ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ നിങ്ങളും ഫോളോ അപ്പ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ജെന്യുവൻ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നതല്ല. ഓൾമോസ്റ്റ് എല്ലാ റിലേഷൻഷിപ്പിലും പരസ്പരം അപ്ഡേറ്റ്സ് ഉണ്ടാവും. അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ഈവൻ ലവേഴ്സ് ആണെങ്കിലും ആരെന്നെയാണെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടാവും. ഇൻ കേസ് എന്തെങ്കിലും ഇതൊന്നുമല്ല
അത്രമാത്രം എമർജൻസി ജെന്യുവൻ റീസൺസ് സം ഓഫ് ഫാമിലി ഡെത്തോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് തന്നെ അവർ നമുക്ക് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ്സ് തരാതിരിക്കില്ല. ഈവൻ ദോ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കാതെ ഇരിക്കില്ല. ഓക്കെ, അത്രയും എമർജൻസിയും അല്ലെങ്കിൽ ഇമ്പോർട്ടൻസും ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് മാറ്റി നിർത്തപ്പെട്ടതെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, അതും അണ്ടർസ്റ്റുഡ് ചെയ്യണം. അതല്ലാതെ കാണുന്ന പുറകിലേക്ക് പോകുന്ന ഒരു ടെൻഡൻസി ഉണ്ടെങ്കിലാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സെൽഫ് കെയറിനും സെൽഫ് വാല്യൂവിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഹാവ് എ നൈസ് ഡേ.